മക്കളെ ഗുഡ് മോർണിംഗ്. ഗഫൂർ സാറാണ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ തേർഡ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. നമ്മുടെ +1 ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റിലെ തേർഡ് എപ്പിസോഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് സെറ്റ്, എങ്ങനെയാണ് സെറ്റ്, എങ്ങനെ ആയിരിക്കും സെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് എങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് അത് ഓർമ്മയിലുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്ക് തന്നു, അതുകൂടി എല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക. എല്ലാവരും ഹോംവർക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടാം. ഓക്കെ, സി നമ്മൾ സെറ്റ് ബിൽഡർ ഫോം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ, റോസ്റ്റർ ഫോം എന്ന് പറയും. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞ മക്കളെ, ഒരു സെറ്റിൽ നമ്മൾ എങ്ങനെയാ ആ എലമെന്റ്സ് ആക്കിയിട്ട് പെറുക്കി ഇടുന്ന ആ ഒരു രീതിയാണ് എന്ത്, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയാം. ഇന്ന് കാണാൻ പോകുന്നത് അതിന്റെ രണ്ടാമത്തെ റെപ്രസെന്റേറ്റീവ്, രണ്ടാമത്തെ രീതിയാണ്. അതാണെന്ത്, സെറ്റ് ബിൽഡർ ഫോം. അതാണെന്ത്, സെറ്റ് ബിൽഡർ ഫോം. അതായത് ആ ഒരു സെറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറയല്ലേ, അതാണെന്ത് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ, ഒരു എയിം ആയിട്ടുണ്ടാകും എന്താണ് സെറ്റ് ബിൽഡർ ഫോം. മക്കൾ ഇവിടെ നോക്കിയടാ, എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതില് ദേ ഇവിടെ നോക്കിയേ, ഈ സാധനം മാത്രം, എക്സ് മാത്രം നോക്കിയോ, എക്സ് മാത്രം നോക്കി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ സെറ്റ് എ ആയിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പർ 1 2 3 4 എക്സെട്ര. നാച്ചുറൽ നമ്പർ അവസാനിക്കുന്നില്ല. എപ്പോഴെങ്കിലും നാച്ചുറൽ നമ്പർ അവസാനിക്കുമോ? അവസാനിക്കില്ല. അതാണെന്ത്, ഈ സെറ്റ് ബിൽഡർ ഫോം. ഇത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഈ എക്സ് എന്താണ്, ഈ എക്സ് എന്നുള്ളത് എന്താണ് അതിനകത്തുള്ളത്, അതാണെന്ത്, എക്സ് എലമെന്റ് സച്ച് ദാറ്റ്. ഈ കുത്തുണ്ടല്ലോ, ഈ രണ്ട് കുത്ത്, മേലെയും താഴെ ഓരോ കുത്ത്, കോളൻ എന്നൊക്കെ പറയും. കോളൻ അത് നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണ് ഡിഫൈൻ ചെയ്യും. എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും, വിച്ച് ഈസ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പം ഇതാണെന്ത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ്. ഇനി ബാക്കി കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ സാധനം ഒക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ഓർമ്മ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ സാധനം നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം എന്താണ് നാച്ചുറൽ നമ്പർ എന്നുള്ളത്. അറിയില്ലേ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? എന്നാ പറഞ്ഞോളൂ. 1 2 3 4 എക്സെട്ര. ഒന്നുകൊണ്ട് തുടങ്ങി ഒന്ന് ആഡ് ചെയ്ത് വരുന്ന, വേണമെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറയാം, കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്. യെസ്, ആ കാര്യങ്ങളൊക്കെ എന്ത്, നാച്ചുറൽ നമ്പറിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഇൻറ്റീജേഴ്സ്. എന്താണ് ഇൻറ്റീജർ മക്കളെ? ഇതേമാതിരി തന്നെ 1 2 3 4 എക്സെട്ര. പിന്നെ അവിടേക്ക് മാത്രം എന്ത് ചെയ്താൽ പോരാ, 1 2 3 4 ഇട്ട് അടിച്ചാൽ പോരാ. അവിടേക്ക് മാത്രം 1 2 3 4 അടിച്ചാൽ പോരാ. നെഗറ്റീവ് കൂടി എന്ത് ചെയ്യണം, അതിൻ്റെ മെൻഷൻ ചെയ്യുക. -1 -2 -3 -4 0 എന്നൊക്കെ നമുക്ക് ഇടാം, കുഴപ്പമില്ല. പ്ലസും മൈനസും. ഇതാണെന്ത്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോയിന്റ് വരില്ല, റൂട്ട് വരില്ല. അങ്ങനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റീജേഴ്സ്. മൂന്നാമത്തെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ക്യൂ എന്ന് പറയും. സെറ്റ് ഓഫ് ഓൾ, നാച്ചുറൽ അല്ല, റാഷണൽ നമ്പേഴ്സ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിട്ടുള്ള, ക്യൂ നോട്ട് ഈസ് ഈക്വൽ ആയിട്ടുള്ള, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ. അതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. റാഷണൽ നമ്പേഴ്സ് എന്ത് വരും, അതിൽ വരും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യും, വരും എന്നൊക്കെ തന്നെ പറയാം. ഈ റൂട്ട് ഒന്നും എന്ത് ചെയ്യില്ല, റാഷണൽസിൽ വരില്ല. ഇനി അടുത്തത് ആർ, റിയൽ നമ്പേഴ്സ്. അതിൽ റാഷണലും ഉണ്ടാകും, ഇറാഷണലും ഉണ്ടാകും. ഇത് Z+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജർ മാത്രം എടുക്കുള്ളൂ കേട്ടോ, നെഗറ്റീവ് എടുക്കുന്നില്ല. Q+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റാഷണൽസ് മാത്രം എടുക്കുള്ളൂ. നമ്മൾ നമ്മുടെ നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 0 ഇവിടെ ഉണ്ടാകും. 0ന്റെ വലത്തോട്ട് മാത്രമേ നോക്കുള്ളൂ, ഇടത്തോട്ട് നമ്മൾ നോക്കുക പോലുമില്ല. അതാണെന്ത്, Z+, R+, Q+, ഇതൊക്കെ എന്ത് ചെയ്യുന്നേ, നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഈ സാധനങ്ങളൊക്കെ മക്കളെ മനസ്സിൽ വേണം കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. N എന്താണ്, നാച്ചുറൽ നമ്പർ. Z എന്താണ്, ഇൻറ്റിജർ. Q എന്താണ്, യെസ്, ദേ ആർ റാഷണൽ നമ്പേഴ്സ്.
6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ ആണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും നല്ലതുണ്ടല്ലോ, എപ്പോഴും നമ്മുടെ സെറ്റിന്റെ കാര്യം ആലോചിക്കുമ്പം നാച്ചുറൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്ത് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല എങ്ങനെയാണ്, നാച്ചുറൽ നമ്പറിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് നോക്കിക്കേ, ഇത് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഒന്ന് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. എ എന്നൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിന്റെ നമ്പറാണ് 1 2 3 4 5 6. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എലമെന്റ് ആണോ എലമെന്റ് അല്ലേ? എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതുക, വൈറ്റ് കളർ അല്ലേ, അതൊരു രസമല്ല, ഞാൻ കളർ മരുതരാം. വൈറ്റ് കളർ, അതായത് എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ, എലമെന്റ് അല്ലെങ്കിൽ ഇതിങ്ങനെ, കണ്ടില്ലേ? ഇ എന്ന് എഴുതുക, ഇ എന്നല്ല രാബ്സലോൺ സിമ്പിൾ ഇടുക, ഒരു സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. മക്കളെ നിങ്ങൾ പറയൂ, 5 എലമെന്റ് ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 എലമെന്റ് ഓഫ് എ ആണോ അല്ലയോ? എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ, എലമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ. ഫസ്റ്റത്തെ പറഞ്ഞേ 5 എയിലുണ്ടോ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? യെസ്, എലമെന്റ് ആണ്. 8 എലമെന്റ് ആണോ? 1 2 3 4 5 6 അവസാനിച്ചു. 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഒന്നുമില്ല. അപ്പൊ ഇതെന്തല്ല, 8 എന്നല്ല, 8 എലമെന്റ് അല്ല, 8 എലമെന്റ് അല്ല. തേർഡ് വൺ 0 എയിലുണ്ടോ? ഏലില്ല. ഏലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇടുക, ഒരു വെട്ടിടുക. അടുത്ത ക്വസ്റ്റ്യൻ 4 5 6 നിങ്ങൾക്കുള്ള സ്വന്തം ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ, 4 ഇതിനകത്തുണ്ടെങ്കിൽ എലമെന്റ്, 2 ഇതിനകത്തുണ്ടെങ്കിൽ എലമെന്റ്, 10 ഇതിനകത്തുണ്ടെങ്കിൽ എലമെന്റ്, ഇല്ലെങ്കിൽ നോട്ട് ആൻ എലമെന്റ്. നിങ്ങൾ ചെയ്യില്ലേ? കണ്ടിന്യൂ ചെയ്യില്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇനി റോസ്റ്റർ ഫോം? എല്ലാവർക്കും അറിയാം റോസ്റ്റർ ഫോം എന്താണെന്നുള്ളത്. എല്ലാവർക്കും അറിയണം. കാരണം റോസ്റ്റർ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരുന്നു. എങ്ങനെ എലമെന്റ്സിനെ ആ സെറ്റിനകത്തേക്ക് ഇടുന്നതിനാണ് എന്ത് പറയുന്നത്, റോസ്റ്റർ ഫോം എന്ന് പറയാ. സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടി എഴുതുക കേട്ടോ. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എന്ത് ചെയ്യാം, ചട്ടപ്പടയെന്ന് കിടക്കാം. ഒന്നാമത്തെ, എല്ലാം റോസ്റ്റർ ഫോമിലാണ്. ഒന്നാമത്തെ, എക്സ് ഈസ് ആൻ ഇന്റിജർ, -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -7. അതായത് -3, -4, -5, -6, -7. മതി, ഇത്ര മതി. -3 ലെസ് ദാൻ എക്സ്, ഈ എക്സ് എന്നുള്ള സാധനം -3 ലെസ് ദാൻ എക്സ്, -3 ആയിരിക്കില്ല, അതിന്റെ ലേശം അപ്പുറത്തേക്ക് വരും. -3 വരില്ല കേട്ടോ. അതിനേക്കാളും -3 എന്നുള്ളത് എക്സിന്റെ എന്താ പറയാ, എക്സിനെക്കാളും ചെറിയ നമ്പറാണ്. അപ്പൊ -3 വരുമോ? വരില്ല. ഇപ്പുറം നോക്കൂ, ലാസ്റ്റ് നോക്കൂ, ഇന്റീജർ ആണ് കേട്ടോ. ഇന്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസും വരാം, നെഗറ്റീവും വരാം. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ആ ഇതുണ്ടല്ലോ, പോയിന്റ് ഉണ്ടല്ലോ, -4.5, -5.25, അതൊന്നും എടുക്കരുത്. നമ്മൾ ആകെ ഇന്റീജർ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന എന്താണ്, 3 4 5 6, -3, -4, -5, -6, ഇങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്യാൻ പാടൂ, എടുക്കാൻ പാടൂ. ഓക്കെ, നമ്മുടെ സാധനം എക്സ്, -3 അല്ല, അതിന് അപ്പുറത്തുള്ള നമ്പർ എക്സ് ലെസ് ദാൻ 7, അതായത് ഇത് 7 ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 3 4 5 6. ഒരു കാര്യം കൂടി ഉണ്ട്, എഴുതിയ രീതി ഉണ്ടല്ലോ, അത് ഞാൻ എഴുതിയാൽ പോരാ. -3 മുതൽ 7 വരെ എന്ത് ചെയ്യുക, എഴുതുക. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, -3, -4, -5, -6, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മളാകെ കുടുങ്ങും. നമ്മൾ തിരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എഴുതാൻ. ലൈക്ക് ഇങ്ങനെ, ഇങ്ങനെ -3യിൽ നിന്ന് നമ്മുടെ 0 ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കെയിലിനെ കുറിച്ച് ഓർത്താൽ മതി. നമ്മുടെ സ്കെയിൽ ഉണ്ടല്ലോ ഇവിടെ, -2, -1, 0, 1 2 3 4, പിന്നെയുണ്ട് 5 6 7. -3 എന്നുള്ളത് എക്സിനെക്കാളും ചെറുതാ. അപ്പൊ എക്സ് എന്നുള്ളത് എന്ത് ചെയ്യും, ഇപ്പുറത്ത് ഇത് വരില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് -2 എന്ത് ചെയ്യും, വരും. നമുക്ക് ആ സെറ്റ് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, എഴുതി നോക്കാം. സെറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. -2 മുതൽ അങ്ങോട്ട് പറഞ്ഞോളൂ. -2, -1, -0, 1 2 3 4 5 6. ഞാൻ 7 കൂടി എഴുതി. നോക്കിക്കേ, എക്സ് ലെസ് ദാൻ 7, എക്സ് ലെസ് ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്താണ്, ലെസ് ദാൻ 7 എന്നാണ് പറയുന്നത്. എക്സ് 7-നേക്കാളും ചെറുത്. അപ്പം 7 വരുമോ? 7 വരില്ല. 7 വരുമോ? 7 വരെ. 7 വരേണ്ട ആവശ്യമില്ല. 7 വരേണ്ട ആവശ്യമില്ല. 7
വരെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 6 അവസാനിപ്പിക്കാം. സോ ഒന്നാമത്തെ ആൻസർ, അതായത് -3 മുതൽ -7 വരെ എന്ന് പറയുമ്പോൾ -3 വേണ്ട, 7 വേണ്ട കേട്ടാ. അപ്പോഴേ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, അഥവാ ഇങ്ങോട്ട് ഒരു ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നുള്ള സൈൻ കൂടി വെച്ചെങ്കിൽ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള കേസിൽ മക്കളെ അതുകൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതൊരു പോർഷൻ ആണ്, നമുക്ക് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഇതാണെന്ത് ഫസ്റ്റത്തെ ആൻസർ. ദാറ്റ് ഈസ് ദിസ് ഈസ് അവർ സെറ്റ് എ. എഴുതി കഴിഞ്ഞല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി സെറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടാതിരിക്കുകയാണ്. ദ നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 6. 6ൽ താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എന്ത് ബി വരിക. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കൊരു കൈ കൊണ്ട് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഒരു കൈ കൊണ്ട് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 അല്ലേ? അപ്പോ 0 വേണ്ട, 1 2 3 4 5 ലെസ് ദാൻ 6 ആയതുകൊണ്ട് 6 എടുക്കണോ? എടുക്കണ്ട, ഒരു ആവശ്യമില്ല. അപ്പം 1 മുതൽ 5 വരെയുള്ളത് ഞാൻ അത് എഴുതുന്നില്ല, നിങ്ങളായിട്ട് വേഗം എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എഴുതിയോ? സെറ്റ് എഴുതിയോ? എഴുതി കഴിഞ്ഞ സെറ്റ് എഴുതി കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞേ. സെറ്റ് എഴുതി കഴിഞ്ഞാൽ ബി സെറ്റ് എഴുതി കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറയാം. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ബി എഴുതിയിട്ടുണ്ടാവുമെന്ന്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 1 2 3 4 5 ഓവർ കഴിഞ്ഞു. ഇനി സി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ മൂന്നാമത്തെ സെറ്റ്. X is a 2-digit natural number such that the sum of its digits is 8. Sum of its digits എത്രയാണ്? 8 വരണം. എത്ര ഡിജിറ്റ് ആണ്? 2 ഡിജിറ്റ്. 2 ഡിജിറ്റ് പറഞ്ഞാൽ ആരും ആലോചിച്ചുകൊണ്ട് മണ്ടത്തരം എഴുതരുത്. 1 2 3 എന്നൊന്നും എന്ത് ചെയ്യരുത്, ആരും തന്നെ ദയവ് ചെയ്യരുത് എഴുതരുത് കേട്ടോ. 1 2 3 എന്ത് ചെയ്യാൻ പാടില്ല, ആരും എഴുതാൻ വേണ്ടി പാടുകയില്ല. 1 2 3 എന്നുള്ളത് ആരും എഴുതരുത്. എഴുതുവോ? എഴുതരുത്. 2 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 10 11 12 13 അപ് ടു 99 99 വരെയാണ് വരിക. 99 വരെ. പക്ഷേ 99 വരുമോ? 10 വരുമോ? 11 വരുമോ? അത് വരാൻ പാടില്ല. അതൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടീഷൻ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 0ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടണം. കിട്ടുവോ? കിട്ടില്ല. അപ്പൊ നിങ്ങൾ പറ, ഏതാണ് ഫസ്റ്റ് എലമെന്റ് വരിക? ഫസ്റ്റ് എലമെന്റ് ഏതാണ് വരിക? ഞാൻ ഇതൊക്കെ കണ്ട് ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾ പറ, ഫസ്റ്റ് എലമെന്റ് എന്ത് വരും? 17. 1 + 7 8 ആണ്. അടുത്തത് 26, അതായത് 17 കഴിഞ്ഞാൽ 18 ഇല്ല, 19 ഇല്ല, 20 ഇല്ല, 21 ഇല്ല, 22 ഇല്ല, 25 ഇല്ല, 26 വരും. 26 വന്നിരിക്കും. അത് കഴിഞ്ഞാൽ 35 അല്ലേ? അതെ. അത് കഴിഞ്ഞാൽ 44 അല്ലേ? അതെ. ഓക്കെ. 44 കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? 53. 53 കഴിഞ്ഞാൽ ഏത് വരും? 62. 50. അത് കഴിഞ്ഞ് പിന്നെ ഏതാ വരിക? 62 കഴിഞ്ഞാൽ ഏതാ വരിക? 60 കഴിഞ്ഞാൽ 71. 88. ഇനി ഏതെങ്കിലും എഴുതാനുണ്ടോ? ഇനി ഏതെങ്കിലും നമ്മൾ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടുന്ന ഏതെങ്കിലും കിട്ടാനുണ്ടോ? 17 ഉണ്ട്, വേറൊന്നുമില്ല. 71 ഉണ്ട്, 26 ഉണ്ട്, 62 ഉണ്ട്, 35 ഉണ്ട്, 53 ഉണ്ട്, 44 ഉണ്ട്, 88 ഉണ്ട്. അപ്പം ഇതാണ് എന്ത് നമ്മുടെ ആ സെറ്റ്. ഏത് സെറ്റ്? ഈ സെറ്റ്. ഏത്? സി എന്ന് പറയുന്ന സെറ്റാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. ദ എലമെന്റ്സ് ഇൻ ദ സെറ്റ് വിൽ ബി 17, 26, 35, 44, 53, 62, 71 ആൻഡ് 88. മക്കളെ മനസ്സിലായോ? സെറ്റാണോ? സെറ്റാണെങ്കിൽ ഞാൻ അടുത്തൊരു പണി വരാൻ പോകുന്നുണ്ട്. റീഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഡി. നല്ല രസമുണ്ടല്ലേ ക്വസ്റ്റ്യൻ? ഡി എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്തായിരിക്കും ഈ ഡിയിൽ വരിക? എന്താണ് ഡി? എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. അതായത് 60 ഉണ്ടല്ലോ, 60. യെസ്, നമുക്ക് 60-നെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ. അത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ആ പ്രൈം നമ്പറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നോക്കിക്കോ മക്കളെ, 60. ഇതിനെ പ്രൈം നമ്പർ ആക്കാം. 2 പ്രൈം നമ്പർ ആണ് ഏറ്റവും. ദ സ്മോളസ്റ്റ് ആൻഡ് ദ ഓൺലി പ്രൈം നമ്പർ ഈസ് 2. 30 കിട്ടും. പിന്നെയും 2. എത്ര കിട്ടും? 15 കിട്ടി. പിന്നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ 3 എടുത്തു, 5. 2, 2, 3, 5. 2ഉം 3ഉം 5ഉം 2ഉം 3ഉം 5ഉം 2, 3 and 5. പ്രൈമാണോ? പ്രൈമാണ്. അപ്പൊ മക്കളെ ഇതാണ് എന്ത് നമ്മളുടെ സെറ്റ് ഡി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? ആണ്. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് ഈ ട്രിഗ്നോമെട്രി. എന്ത് രസമല്ലേ ഇത്! നിങ്ങളായിട്ട് ചെയ്യുക കേട്ടോ, നിങ്ങളായിട്ട് എഴുതുക. പ്രൊവൈഡഡ് ഒരു ലെറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, 2 തവണ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. എഫ്, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന വാക്കിൽ എല്ലാം എന്ത് ചെയ്യണം, ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ക്ലിയർ? ഈ ബെറ്റർ എന്ന് പറയാൻ എന്ത് ചെയ്യുക, സെറ്റ് ആക്കിയത്. അപ്പൊ മക്കളെ ഇയും എഫും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇയും എഫും നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കുക, നമുക്കത് റെക്ടിഫൈ ചെയ്യാം. അപ്പൊ മക്കളെ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഭംഗി എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമെന്ന് കാണാൻ പോകുന്നു. അപ്പം എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 3 എപ്പിസോഡ് കഴിഞ്ഞു. ഈ 3 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം, അത് റെക്ടിഫൈ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, ടിൽ ദെൻ നന്നായിട്ട് പഠിക്കുക, ഹോംവർക്ക് ഒക്കെ കൃത്യമായി ചെയ്യുക. ഗോ ത്രൂ ദ കോൺസെപ്റ്റ്. Then bye.